നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ കാറിൽ ആ കാറിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെട്രോൾ നിർബന്ധമായിട്ട് നിങ്ങൾ അടിച്ചേ പറ്റൂ എന്ന് സർക്കാർ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പോയിട്ട് കോടതി പറയുകയാണ് അതൊന്നും കേൾക്കാൻ പറ്റില്ല എന്ന്. എന്തൊരു നാടാണിത്? നമ്മുടെ കാറിന് ഇത് അനുയോജ്യമേ അല്ല. നമ്മുടെ കാറിൽ ഈ പെട്രോൾ അടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇതില്ലാത്ത പെട്രോൾ, ശുദ്ധമായ പെട്രോൾ തരൂ, ഞങ്ങളതിന് കൂടുതൽ പൈസ തരാം. അത് തരുന്നുമില്ല. ഇത് അടിച്ചേ പറ്റൂ എന്ന് പറയുന്നത് എന്ത് വലിയ അനീതിയാണ്. ഞാനിതൊന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് അറിയോ, നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റി വയ്ക്കുക. അപ്പോൾ മോദി സർക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ മാറ്റി വയ്ക്കുക. ഈ പെട്രോൾ അടിക്കുന്നതിൽ മോദിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ? ഉണ്ടാവും. ഈ മനുഷ്യരൊക്കെ പ്രതിഷേധിക്കാത്തത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രതിഷേധം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ മൈലേജ് കുറയുന്നു, ഗണ്യമായ മൈലേജ് കുറയുന്നു. മറുവശത്ത് നമ്മുടെ വാഹനം കേടാവുന്നു, വാഹനം വഴി കിടക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നില്ല ഇത് എന്താണ് ചെയ്യുന്നത്. ഒരു പ്രതിഷേധവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലുണ്ടായിട്ടുണ്ടോ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ പോസ്റ്റുകളും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഇല്ലാതെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ലാതായി. ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം നാളെ ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായാൽ പോലും ആളുകൾ മൗനം പാലിച്ചുകൊണ്ട് അതിന് കീഴടങ്ങുമെന്നാണ് തോന്നുന്നത്. ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല, ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല.